പാലക്കാടിനെ ഇളക്കിമറിച്ച LDYFന്റെ നൈറ്റ് മാർച്ച്. പാലക്കാട്ടെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനൊപ്പം എ റഹീം, BK സനോജ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. പാലക്കാട് ഇതുവരെ ഇത്തരമൊരു ശക്തമായ മത്സരം കാഴ്ചവെച്ചിട്ടില്ലെന്ന എ റഹീമും നൈറ്റ് മാർച്ച് ഇടതുപക്ഷത്തിന്റെ വിജയ വിളംബരമാണെന്ന് VK സനോജും പറഞ്ഞു. മനു മാടപ്പാട് വിവരങ്ങൾ നൽകാൻ ചേരും. പാലക്കാടിനെ ഇളക്കി മറിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ LDYFന്റെ നൈറ്റ് മാർച്ച്. നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ പാലക്കാടിന്റെ ഒരു തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയാത്ത ആവേശമാണ് ഇവിടെ ഓരോ മിനിറ്റിലും കാണാൻ കഴിയുന്നത്. ഇത്തവണ പാലക്കാട് കോട്ട പിടിക്കുമോ? തീർച്ചയായും പാലക്കാട് ഇടതുപക്ഷത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇടതുപക്ഷ യുവജന സംഘടനകളുടെ സംസ്ഥാന നേതൃത്വമാകെ ഇവിടെ അണിനിരന്നിരിക്കുകയാണ്. എല്ലാ യുവജന സംഘടനകളെയും സംസ്ഥാന നേതൃത്വമുണ്ട്, പ്രവർത്തകരുണ്ട്, സഖാക്കളുണ്ട്. വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഈ മണ്ഡലത്തിൽ. പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെ ശക്തമായൊരു മത്സരം കാഴ്ചവെച്ചിട്ടില്ല. ഇതുവരെ കാണാത്തൊരു ആവേശമാണ്. ആണാണ് ഇത്രയും ശക്തമായൊരു മത്സരം കുറെ കാലമായി നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. എല്ലാ ബഹുജന സംഘടനകളും ഇപ്പോൾ ആത്മാർത്ഥമായി ഈ മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇക്കുറി ഇടതുപക്ഷത്തിനില്ല. ഡോക്ടർ സരിനെ ഏറ്റെടുത്തോ പാലക്കാട്? അതെ, പാലക്കാട് ഡോക്ടർ സരിനെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നതിന് ലക്ഷണമാണ് അവസാന മിനിറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നാളെ കൊട്ടിക്കലാശം ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അവിസ്മരണീയമാക്കും. അതെ, ഇത് സെമി ഫൈനലാണ്. ഈ യുവജന 2026 അതെ, ഇന്നത്തെ കൊട്ടിക്കലാശം സെമി ഫൈനൽ കൊട്ടിക്കലാശാണ്. നാളെ വലിയ കൊട്ടിക്കലാശം ഉണ്ടാകും. 23-ന് ഇടതുപക്ഷത്തിന്റെ ആഹ്ലാദ പ്രകടനം ഉണ്ടാകും. അതായത് ഈ മണ്ഡലത്തിൽ വർഗീയതയുടെ കൊടിയടയാളമില്ലാത്ത ആഹ്ലാദ പ്രകടനം 23-ാം തീയതി ഉണ്ടാവണം. 23-ന് റിസൾട്ട് വരുമ്പോൾ വർഗീയ ശക്തികളുടെ കൊടി വരാൻ പാടില്ല. BJP ജയിച്ചാൽ BJPയുടെ RSSന്റെ വർഗീയ ശബ്ദമായിരിക്കും ഇവിടെ മുഴങ്ങുക. UDF ജയിച്ചാൽ കോൺഗ്രസിന്റെ പതാകയ്ക്കൊപ്പം SDPIയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടിയാണ് ഉയരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയുടെ വിജയം ഇടതുപക്ഷത്തിന് മാത്രമാണ്. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. തീർച്ചയായും അത്തരത്തിൽ നമ്മൾ ഇതുവരെ പാലക്കാട് കാണാത്തൊരു വലിയ ആവേശം കാണാൻ കഴിയുന്നു. നൈറ്റ് മാർച്ച് അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിക്കുകയാണ്. പാലക്കാടിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഇതുപോലാണോ? പാലക്കാട് ഇടതുപക്ഷത്തിന്റെ വിജയ വിളംബരമാണ്. അക്ഷരാർത്ഥത്തിൽ പാലക്കാട് യുവതയാകെ കക്ഷിരാഷ്ട്രീയതീതമായി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിന്റെ വിജയത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലകളിൽ സജീവമായ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കാത്ത ആളുകൾ ഉൾപ്പെടെ സരിന്റെ വിജയത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പാലക്കാടിന്റെ ഒരു ചിത്രം നമുക്ക് തരുന്നത്. മുഖ്യമന്ത്രിയുടെ വരവ് എത്രമാത്രം ആത്മവിശ്വാസം നൽകി? ആവേശം പൊതുയോഗങ്ങളിലേക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടം. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ വരവ് വലിയ ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന കൊടിയ അവഗണന മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ കൂടി ഇവിടെ ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളൊക്കെ ശക്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല UDFന്റെ നേതൃത്വത്തിന്റെ ഭാഗമായി ഇന്ന് സുധാകരൻ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രസ്താവന നമ്മൾ കേട്ടു. അക്ഷരാർത്ഥത്തിൽ വർഗീയതയെ പുണരുന്നത് ആരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ സുധാകരൻ പറഞ്ഞത് ബാബറി മസ്ജിദ് എല്ലാം ജാംബവാന്റെ കാലത്തെ സംഭവമാണ് എന്നാണ്. ആ സുധാകരനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് 1992-ലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. 92-ന് മുന്നെയാണ് 1948-ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ RSSകാരനായിട്ടുള്ള നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊന്ന വർഷമാണ്. 92 ജാംബവാൻ കാലമാണെങ്കിൽ 1948-ന് ഏത് കാലമായിട്ടാണ് ഇവിടെയുള്ള KPCC പ്രസിഡന്റ് അടയാളപ്പെടുത്തുക? ഈ അങ്ങനെയാണെങ്കിലേ മഹാത്മാഗാന്ധിയെ ചെറുതായി ഒന്ന് വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ അവരുടെ കൂടെ വന്നേക്കുന്നത്. അതെ, സന്ദീപ് വാര്യരെ പോലുള്ള ആളുകൾ കോൺഗ്രസിൽ എത്തുമ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പത്രസമ്മേളനത്തിലെ പ്രകടനം തന്നെ മാറുന്നു എന്ന് നമ്മൾ കാണുകയാണ്. കാരണം സുധാകരൻ ഇതിനു മുന്നേയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ചരിത്ര നിഷേധപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ സുധാകരന് രാഷ്ട്രീയമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറിപ്പ് കൊടുക്കുന്ന ആളായിട്ട് സന്ദീപ് വാര്യർ 2 ദിവസം കൊണ്ട് മാറി എന്നതിന്റെ സാക്ഷ്യപത്രമാണ് 92-ലെ സംഭവത്തെ ജാംബവാൻ കാലത്തോട് ഉപമിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ 92 ജാംബവാൻ കാലമാണ്, 48 അതിന് മുന്നേയുള്ള കാലമാണ്. അതെല്ലാം മറന്നേറ്റു എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. ഇത് നിങ്ങൾ പറയുന്നത് ഇത്രയും കാലമുള്ള ചരിത്രം
മറന്നേക്കൂ, ഇത്തവണ പാലക്കാട് എടുക്കുമെന്നാണോ? തീർച്ചയായിട്ടും 13 വർഷത്തെ ചരിത്രം മറന്നിട്ട് 1.5 വർഷം കാലയളവാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലുള്ളത്. ആ 1.5 വർഷം കൊണ്ട് എങ്ങനെയാണ് ഒരു MLA ഒരു മണ്ഡലത്തെ അഡ്രസ് ചെയ്യേണ്ടത് എന്ന് സരിനിൽ കൂടി ഈ മണ്ഡലം മനസ്സിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 1.5 വർഷം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് ഈ മണ്ഡലത്തിന്റെ വികസന മുന്നേറ്റം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ള ജനങ്ങളാകെ തയ്യാറെടുത്തു. അതിന്റെ വിജയ വിളംബരമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ കഴിഞ്ഞ ചരിത്രം മറന്നേക്കൂ, ഇത്തവണ സരിനിലൂടെ പുതിയ ചരിത്രം എഴുതുമെന്ന വലിയ ആത്മവിശ്വാസവും ആവേശവുമാണ് ഈ LDYFന്റെ മാർച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയുണ്ട് പാലക്കാട്? 100% വിജയം ഉറപ്പാണ്. ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത്തവണ ഇങ്ങെടുക്കും. ഡോക്ടർ സരിൻ പാലക്കാട് എടുത്തു കഴിഞ്ഞു. ഒരു മാറ്റവും ഇല്ല, ഒരു സംശയമില്ല. വലിയ ആവേശമാണല്ലോ. ഇത് കാണുമ്പോൾ അറിയാമല്ലേ, വലിയ ആവേശം. ഈ വലിയ സ്വീകാര്യതയുണ്ടോ സ്ഥാനാർത്ഥിക്ക്? യുവാക്കൾ ഒന്നടങ്കം സരിനെ ഏറ്റെടുത്തിരിക്കുന്നു. അതാണ് ഇതിനകത്ത് കാണാൻ. ഓക്കെ, താങ്ക് യു. യുവാക്കൾ ഒന്നടങ്കം ഏറ്റെടുത്ത് വരുന്ന ഒരു നൈറ്റ് മാർച്ചിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. പാലക്കാടിന്റെ ഏറ്റവും മനോഹരമായ ആവേശ കാഴ്ചകളിൽ ഒന്നാണ് ഈ രാത്രിയിൽ ഇവിടെ ഞങ്ങൾ നിങ്ങളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആവേശം, അക്ഷരാർത്ഥത്തിൽ പാലക്കാട് നഗരം അല്ല കടലായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. LDYFന്റെ LDFിലെ യുവജന സംഘടനകളുടെ പതാകകൾ എന്തി നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച് ഇങ്ങോട്ട് കടന്നു വരുന്ന കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഇതൊരു ആവേശ കാഴ്ചയാണ്. മാറുന്ന പാലക്കാടിന്റെ മുഖമാണോ ഈ കാഴ്ചയെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. വലിയ ആവേശം അവിടെ LDYFന്റെ നൈറ്റ് മാർച്ചിൽ ഉണ്ടാകുകയാണ്. അതിന്റെ വിവരങ്ങൾ കൂടിയാണ് മനു പങ്കുവച്ചത്. പാലക്കാട്ടെ യുവജനത്തിന്റെ ഊർജ്ജം എന്താണെന്ന് തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കുമെന്ന് ഡോക്ടർ പി സരിൻ പറയുന്നുണ്ട്. പാലക്കാടിനെ ഉറക്കത്തിലേക്ക് തള്ളിവിട്ടവരെ മുഴുവൻ പിടിച്ചുകുലുക്കി ഉണർത്തുന്ന രാത്രിയാണിതെന്നും ഈ നൈറ്റ് മാർച്ചിനിടെ പി സരിൻ പറയുകയും ചെയ്തു.